ശ്രീ എ റഹീം എം പി, എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞ ഒരു കാര്യം, ഇത്തരമൊരു പ്രസ്താവന എ കെ ബാലനെ പോലെ ഒരു മുതിർന്ന CPM നേതാവ് ഉന്നയിച്ചിട്ടും CPMൻ്റെ സമുന്നതരായ നേതാക്കന്മാരൊന്നും ഇതിനെ തള്ളിപ്പറയുകയോ ഈ പ്രസ്താവനയ്ക്ക് തിരുത്തുമായി വരികയോ ചെയ്തിട്ടില്ല. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തെന്ന് ഞാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, BJP ആഗ്രഹിക്കുകയാണ് കോൺഗ്രസ് വിമുക്ത ഭാരതം. അതുകൊണ്ട് 2036 അല്ലെങ്കിൽ 2030 ശേഷം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാകട്ടെ എന്നാഗ്രഹിക്കുന്നു. അദ്ദേഹം ആ ചർച്ചയിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് BJP വിരുദ്ധം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കൂടി UDF വരാതിരുന്നാൽ UDF അങ്ങ് തകർന്നു പോകും എന്ന ഒരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ സെക്കുലർ വോട്ടുകൾ തങ്ങളുടെ കീശയിലാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നടത്തിയത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, അങ്ങ് തന്നെ സത്യസന്ധമായി പറയൂ, കോൺഗ്രസ് വിമുക്ത ഭാരതമാണോ BJP ആഗ്രഹിക്കുന്നത്? RSSന്റെ ലക്ഷ്യം ലെഫ്റ്റ് വിരുദ്ധ, ഇടതുവിരുദ്ധ ഇന്ത്യയാണോ എന്ന് അങ്ങ് തന്നെ വിശദമാക്കി പറയണം. അങ്ങ് പേരിൽ ഈ RSP എന്നത് ഇപ്പോഴും ലെഫ്റ്റ് പാർട്ടിയാണല്ലോ. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കുന്നത്, എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വിചാരധാര രേഖപ്പെടുത്തിയിരിക്കുന്നത്? 3 ആഭ്യന്തര ശത്രുക്കളെ വിചാരധാര നിർവചിക്കുന്നുണ്ട്, RSS നിർവചിക്കുന്നുണ്ട്. അതിലൊന്ന് മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ്, പിന്നെ ഉന്മൂലനം ചെയ്യേണ്ട വിഭാഗമായി അന്നു തന്നെ അവർ രേഖപ്പെടുത്തിയ ഐഡിയോളജിക്കൽ എനിമിയായി അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ്, ഇടതുപക്ഷത്തെയാണ്. അപ്പോൾ കോൺഗ്രസ് വിമുക്ത ഭാരതമല്ല, കേരളത്തിൽ ആദ്യമായി വീണ് കിട്ടണം, ഇനി കേരളത്തിൽ നിന്നുകൂടി എലിമിനേറ്റ് ചെയ്യപ്പെടണം എന്നവർ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെയാണ്, സംഘപരിവാർ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന ചരിത്രപരവും രാഷ്ട്രീയപരവുമായ കാര്യത്തെ അങ്ങേപ്പോലൊരാൾ തമസ്കരിച്ചത് ശരിയായില്ല. നമ്പർ 1. നമ്പർ 2, അങ്ങയുടെ ചർച്ചയ്ക്കിടയിൽ വളരെ അപകടകരമായൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞു. അതൊരിക്കലും അങ്ങയിൽ ഉണ്ടാക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശം ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയെ, അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെയും രാഷ്ട്രീയമായി ഞങ്ങളോ വേറെ ആരെങ്കിലുമോ എക്സ്പോസ് ചെയ്താൽ അതെങ്ങനെയാണ് ആ സമുദായത്തിനെതിരെ ആവുകയെന്ന് അദ്ദേഹത്തിന്റെ ഊഴത്തിൽ അദ്ദേഹം വിശദീകരിക്കണം. അങ്ങനെയാണെങ്കിൽ RSSനെതിരെ സംസാരിക്കുന്നത് ഹിന്ദു വിരുദ്ധമാണെന്ന് RSS സുരേഷിനെ അങ്ങ് ശരിവെക്കുകയല്ലേ? BJPക്കെതിരെ പറഞ്ഞാൽ അത് ഹിന്ദു വിരുദ്ധതയാണ് പറയുന്നത് എന്ന് അവരുടെ വാദത്തെ ശരിവെക്കുന്നതല്ലേ അങ്ങ് പറഞ്ഞത്? പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഞങ്ങൾ ഇനിയും പറയും, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇനിയും ശബ്ദിക്കും. അതെങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധം, മുസ്ലിം വിരുദ്ധമാവുകയെന്ന് അങ്ങ് പറയണം. അത് ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് പറയുന്നത് എന്തും തെറ്റാണ്. ഇവിടെ നോക്കൂ, യഥാർത്ഥത്തിൽ എന്താണ് വാസ്തുതാപരമായ കാര്യം. കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല എന്ന് കാണണം. അത് വസ്തുതയാണല്ലോ. നിങ്ങൾക്കും നമുക്കും നിഷേധിക്കാനാകാത്ത ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വർഗീയ കലാപം ഉണ്ടാകാതിരുന്നിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് എന്നതും ഫാക്റ്റാണ്. എന്നാൽ എന്താണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിന്റെ പഴയ കാലാവസ്ഥ? ഒരു കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, മുൻകാലങ്ങളെ നമുക്ക് മുമ്പോട്ട് പോകാം. പൂന്തുറ കലാപം 1992, ശ്രീ കെ കരുണാകരനാണെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം 1995, കെ കരുണാകരനാണ് മുഖ്യമന്ത്രി. കലാപങ്ങളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. മാറാട് ശ്രീ കെ കരുണാകരനും അതിനുശേഷം പിന്നീട് എ കെ ആന്റണിയുടെ കാലത്തുണ്ടായ മാറാട് കലാപം 2002-ലും 2003-ലും 2 കലാപങ്ങൾ. നിങ്ങൾ നോക്കൂ, സമീപകാല കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ വ്യക്തമാകുന്നൊരു കാര്യം, വസ്തുതാപരമായൊരു കാര്യം, എപ്പോഴെല്ലാം UDF കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് LDF വരുമ്പോൾ ഇതേ സ്ഥലങ്ങൾ അവിടെ തന്നെയുണ്ട്, ഇതേ ആളുകൾ അവിടെ തന്നെയുണ്ട്, ഈ വർഗീയ കലാപങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സ്വാധീനമുറപ്പിക്കാനോ ഭരണത്തിന്റെ തണലിൽ കൂടുതൽ വിലസാനോ വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയുന്നില്ല. വർഗീയ കലാപങ്ങളില്ലാതെ എല്ലാ വർഗീയ ശക്തികൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ കാലത്ത് കഴിയുന്നുണ്ട്, UDFന്റെ ഭരണകാലത്ത് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പരാമർശിച്ച കാലയളവിലെല്ലാം UDF അധികാരത്തിൽ വന്നപ്പോഴെല്ലാം കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. ഇത് ഫാക്റ്റാണ്. ഇനി ഇപ്പോഴാണെങ്കിൽ കുറെ കൂടി പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നു. എങ്ങനെയാണ്? വർഗീയ കലാപങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഒരു വശത്തു നിന്നിരുന്ന
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ SDPI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ആ SDPI എന്ന് പറയുന്ന ആപൽക്കരമായ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഏതാണ്ട് UDFന്റെ പാർട്ട്ണറായി പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല അവർക്ക് ലീഗിൽ കൂടുതൽ ലെജിറ്റിമസിയും സ്വാധീനവും ലഭിച്ചിരിക്കുന്നു. ഇനി മതരാഷ്ട്രവാദത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് എപ്പോഴും പറയുന്ന ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി, ശ്രീ പ്രേമചന്ദ്രൻ തന്നെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാൽ അത് ഇസ്ലാമിനെതിരാകുന്നു. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സമം മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ഒരു അടിസ്ഥാനരഹിതമായ യുക്തിരഹിതമായ ഒരു നരേഷൻ UDFന്റെ നേതാക്കൾ തന്നെ പറയുന്നു. മതരാഷ്ട്രവാദത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് അവർ പറയുമ്പോഴും അല്ല, മതരാഷ്ട്രവാദം അവർ വെടിഞ്ഞിരിക്കുന്നുവെന്ന് ശ്രീ VV സതീശൻ അവരെക്കാൾ വലിയ രാജഭക്തിയോടുകൂടി വാദിക്കുന്നു. നോക്കൂ, അപ്പോൾ മുൻകാലങ്ങളിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. SK ശ്രദ്ധിക്കും, മുൻകാലങ്ങളിൽ UDFന്റെ കാലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു, LDFന്റെ കാലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നില്ല. UDFന്റെ കാലത്ത് മുൻകാലങ്ങളിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന ശക്തികൾ UDFന്റെ അവിശുദ്ധ പാർട്ണർമാരായി അവർ പരസ്യമായി തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു വശത്ത്. പിന്നെ RSSന്റെ കാര്യം. ഇനി RSSന്റെ കാര്യത്തിലേക്ക് കൂടി ഞാൻ പോകാം. ഈ RSSകാർ പ്രതികളായ കേസുകൾ കേരളത്തിൽ മുമ്പ് എപ്പോഴെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ? അത് UDFന്റെ ഭരണകാലത്ത് മാത്രമാണ്. ഈ പാലോട് രവി MLAയുടെ ശുപാർശ പ്രകാരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ RSSകാർ പ്രതികളായ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച MG കോളേജിലെ കേസ് പിൻവലിച്ചു കൊടുക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതികളാക്കപ്പെട്ട കേസുകൾ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരെണ്ണം പോലും പിൻവലിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിൽ RSSകാർ പ്രതികളായതും പിൻവലിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ UDFന്റെ ഭരണകാലത്ത് മുസ്ലിം ലീഗ് MLAമാരുടെ ശുപാർശ പ്രകാരം പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതികളാക്കപ്പെട്ട കേസുകൾ കേരളത്തിൽ പിൻവലിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെ, ഒരു ഇന്റർവ്യൂവിനിടയിൽ, ശ്രീ വേണു ബാലകൃഷ്ണന്റെ ഇന്റർവ്യൂവിനിടയിൽ റിപ്പോർട്ടർ ടിവിക്കകത്ത് നിന്നുകൊണ്ട് പണ്ടൊരിക്കൽ, ഇപ്പോഴല്ല കേട്ടോ, പണ്ട് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മൈക്കൂരി മാറ്റിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട്. എന്തിനായിരുന്നു? കാസർഗോഡ് കലാപത്തിനു ശേഷം രൂപീകരിക്കപ്പെട്ട നിസാർ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെയാണ് ശ്രീ ഉമ്മൻചാണ്ടി കുപിതനായി. അദ്ദേഹം അങ്ങനെ ഇറങ്ങിപ്പോകാറില്ല, അസ്വാഭാവികമായി അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്, ഉത്തരം മുട്ടി ഇറങ്ങിപ്പോകുന്നത്. നിങ്ങൾ നോക്കൂ, കാസർഗോഡ് കലാപത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിസാർ കമ്മീഷന് പിന്നെ എന്ത് സംഭവിച്ചു? ഇതെല്ലാം കണ്ടതാണ്. അപ്പോൾ അതായത് UDF എപ്പോഴെല്ലാം അധികാരത്തിൽ വരുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ നമ്മുടെ ഇപ്പോഴുള്ള കഴിഞ്ഞ 10 വർഷം എന്തുകൊണ്ട് കേരളത്തിൽ വികസനം നടന്നു, 10 വർഷം എന്തുകൊണ്ട് നമുക്ക് വികസനം മുന്നോട്ട്, നിക്ഷേപങ്ങൾ കൂടുതൽ കൊണ്ടുവരാൻ കഴിഞ്ഞു, സമാധാനപരമായ വർഗീയ കലാപങ്ങളില്ലാത്ത കമ്മ്യൂണൽ ഹാർമണിയുള്ള ഒരു സ്റ്റേറ്റായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും കൂടി സാധിച്ചതുകൊണ്ടാണ്. അത് സാധിച്ചത് നിഷ്പക്ഷമായി ഇക്കാര്യങ്ങളിൽ ഇടപെടുന്ന, മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന വർഗീയ ശക്തികൾക്ക് ഭരണത്തിൽ ഇടപെടാൻ കഴിയാത്ത 10 വർഷങ്ങൾ കഴിഞ്ഞു പോയത് കൊണ്ടാണ്. ഞങ്ങളിത് തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് ഇക്കാര്യം ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട രാഷ്ട്രീയ ബാധ്യത ഞങ്ങൾക്കുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്റെയും ശ്രീ NK പ്രേമചന്ദ്രന്റെയും ഇവിടുത്തെ ചർച്ച നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ആരാണ് മതം കലർത്താൻ ശ്രമിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് ചെയ്യുക. ഞാനാണോ, അദ്ദേഹമാണോ, ഞങ്ങളാണോ, UDF ആണോ? UDF ആണ് ഇവിടെ മതവും ജാതിയും പറയുകയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിച്ച് അവർക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങളെല്ലാം മറക്കുമെന്നാണോ ശ്രീ പ്രേമചന്ദ്രനും? ബാബറി മസ്ജിദിന്റെ കാലത്ത്, ബാബറി മസ്ജിദ് ധ്വംസനത്തിന്റെ കാലത്ത്, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു സാർ, ബാബറി മസ്ജിദ് ധ്വംസനത്തിന്റെ കാലത്ത് കോൺഗ്രസ് പുലർത്തിയ ആ അപമാനകരമായ, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതിയും വഞ്ചനയും ഏറ്റവും മനോഹരമായ ആലങ്കാരിക ഭാഷയിൽ കേരളത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. ആ കോൺഗ്രസിനെ എപ്പോഴാണ് നമുക്ക് വിടുതൽ കൊടുത്ത്, അതിൽ നിന്നെല്ലാം വിടുതലും മാപ്പും കൊടുത്ത് വിശ്വസിക്കാനാവുക? എപ്പോഴും ഇന്ത്യയിൽ സംഘപരിവാരത്തിന്റെ ബി ടീമായി പ്രവർത്തിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് എന്ന് എന്നെക്കാൾ കൂടുതൽ കേരളത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി കാലത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രസംഗങ്ങളെല്ലാം കേട്ടിട്ടുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ ആവേശഭരിതമായി ഇപ്പോഴത് പറയുന്നത്, ഞാൻ ഓർത്തെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം വസ്തുതയായിരുന്നില്ലേ? ആ വസ്തുതകൾ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ കൂടി ഓർമ്മ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.